പെരുമ്പാവൂർ തുരുത്തുപള്ളി സെന്റ് മേരീസ് കോളേജ് ഓഫ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെയും പെരുമ്പാവൂർ ലയൺസ് ക്ലബിന്റെയും കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ട്രാഫിക് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. കോളേജ് സെമിനാർ ഹാളിൽ നടന്ന പരിപാടി എറണാകുളം എൻഫോഴ്സ്മെന്റ് RTO ബിജു ഐസക് ഉദ്ഘാടനം ചെയ്തു. ഇനിയും ഞങ്ങളുടെ ഒരു 30% പേരുള്ള ഇനിയും എല്ലാവരും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം, എല്ലാവരും നിയമപരമായിട്ട് പരിരക്ഷ ഉറപ്പാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് മകൾ എന്ന നിലയിൽ, അനിയത്തി എന്ന നിലയിൽ, ചേച്ചി എന്ന നിലയിൽ, ഒരു കുടുംബനാഥ എന്ന നിലയിൽ, ഒരു കുടുംബത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഒത്തരം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന് നിയമപരമായ പരിരക്ഷ ഉണ്ട്, ലൈസൻസ് ഉണ്ട് എങ്കിൽ മൊബിലിറ്റി, അതായത് നിങ്ങളുടെ വാഹനം നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഏത് രാത്രിയോ പകലോ എന്നുള്ളതില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നടത്താനോ നിങ്ങളുടെ കുടുംബത്തെ സഹായിക്കാനോ കഴിയും. അതുകൊണ്ട് എല്ലാവരും ഡ്രൈവിംഗ് ലൈസൻസ്, ആൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക. വാഹനം ഇപ്പോൾ കിട്ടാനൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഒരാളെ സഹായിക്കാനോ, സ്വന്തം അച്ഛനെ 4 മണിക്ക് ജോലിക്ക് പോകണം, ഒന്ന് ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്നാക്കുകയോ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് ഒന്ന് വിളിച്ചു കൊണ്ടുവരികയോ ഒക്കെ ചെയ്യാൻ ആൺകുട്ടികൾക്ക് വ്യത്യാസമില്ല. എല്ലാവരും ഡ്രൈവിംഗിലേക്ക് വരണം, സുരക്ഷ പാലിച്ച് മാത്രം ഓടിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് റോഡ് സുരക്ഷ ഞങ്ങൾ ഏകദേശം 20,000 വാഹനങ്ങൾക്ക് ഒരു ഉദ്യോഗസ്ഥനാണ് മോട്ടോർ വാഹന വകുപ്പിൽ ഇന്ന് നിലവിലുള്ളത്. ഞങ്ങൾ മാത്രം വിചാരിച്ചാലൊന്നും ഇത് നന്നാവില്ല. റോഡ് സുരക്ഷ ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങളുടെയും എൻ്റെയും കാൽനടക്കാരൻ്റെയും റോഡിലെ യാചകൻ്റെയും ചെരുപ്പുകുത്തിയുടെയും ഓട്ടോറിക്ഷക്കാരുടെയും ബസ് ഓടിക്കുന്നവൻ്റെ, ബൈക്ക് ഓടിക്കുന്നവൻ്റെ, സൈക്കിൾ ഓടിക്കുന്നവൻ്റെ, വഴിയോടെ കച്ചവടക്കാരൻ, ഇവരെല്ലാവരും വിചാരിച്ചാൽ മാത്രമേ റോഡ് സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ലയൺസ്, റോട്ടറി പോലുള്ള സംരംഭങ്ങൾ ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധത ഉയർത്തുന്ന വിഷയവുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ എബിൻ കെ അലിയാസ് അധ്യക്ഷത വഹിച്ചു. സ്വാഭാവികമായി വാഹനങ്ങൾ വർദ്ധിക്കുന്നു, എന്നാൽ അത്രയ്ക്ക് അധികമായിട്ടൊന്നും നമ്മുടെ റോഡുകൾ വികസനത്തിന്റെ രീതിയിലേക്ക് കടന്നു വരാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടാവുമ്പോൾ അപകടങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. സ്വാഭാവികമായി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് അതൊരു വല്ലാത്ത ചലഞ്ചാണ്. ഡ്രൈവേഴ്സിന്റെ എണ്ണം കൂടുന്നു, വാഹനങ്ങളുടെ എണ്ണം കൂടുന്നു, അതിനോടൊപ്പം അപകടങ്ങളെ പിടിച്ചു നിർത്തുക, അപകടങ്ങളെ വരാതെ അതിനെ ക്രമീകരിക്കുക എന്നുള്ളത് വലിയൊരു ചലഞ്ചായിട്ട് മാറുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് ലൈസൻസുകൾ നൽകുന്നതിന്റെ ഒപ്പം അതിനോടൊപ്പം വളരെ പ്രാധാന്യത്തോടെ നിൽക്കുന്ന ഒന്നാണ് ഒരു ഡ്രൈവിംഗ് കൾച്ചർ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്. ലയൺസ് ക്ലബ് പെരുമ്പാവൂർ പ്രസിഡന്റ് ലയൺ ജോമി പോൾ മുഖ്യപ്രഭാഷണം നടത്തി. തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു ക്ലാസിന്റെ കാര്യം ഞങ്ങളുടെ സീനിയർ അംഗമായ സജി സാർ പറയുമ്പോൾ നമുക്കതിൽ കൂട്ടിച്ചേരുന്നതിൽ വളരെയധികം നമുക്ക് സന്തോഷമാണ്. കാരണം നമ്മുടെ ആശീർവാദ് തിയേറ്ററിന്റെ സൈഡിലേക്ക് പോകുമ്പോൾ പച്ചക്കറി മാർക്കറ്റിന്റെ അവിടെ ലൈൻ വരച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതൊക്കെ ഇനി ക്ലാസ്സിൽ പറയുന്നതാണ്. അതിനെപ്പറ്റി സജി സാറ് ഒരു പത്രത്തിൽ എഴുതിയപ്പോഴാണ് ഞാൻ തന്നെ മനസ്സിലാക്കിയത് അത് എന്താണ് ആ കളറിന്റെ ഒക്കെ അർത്ഥം. തീർച്ചയായിട്ടും ഇത്രയൊക്കെ ഞാൻ വണ്ടി ഓടിച്ച് പരിചയമുണ്ടെങ്കിൽ പോലും എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളുമെല്ലാം ഇപ്പോഴാണ് കുറേയൊക്കെ മനസ്സിലാവുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. നേരത്തെ ഉദ്ഘാടകൻ പറഞ്ഞ മാതിരി ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങളൊക്കെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നടത്തട്ടെ, അത് നന്നായി പോകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കോളേജ് മാനേജർ ബേസിൽ വർഗീസ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ മുരുകേഷ് എസ്, ഷിബു തോമസ്, ജേക്കബ് ജോർജ, ലയൺസ് ക്ലബ് സെക്രട്ടറി ലയൺ സാജു തോമസ്, റോയി മാത്യു, സജി മോസസ്, എൽദോസ് PJ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസ്സിന് റിട്ടയർഡ് MVI KG ദിലീപ് കുമാർ നേതൃത്വം നൽകി. ഇന്നത്തെ ബോധവൽക്കരണം നാളത്തെ സുരക്ഷ എന്ന സന്ദേശവുമായി നടന്ന പരിപാടിയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും സംബന്ധിച്ചു.